Hi, I'm Shamir. Learn English through conversation. If you want to speak English, you have to do two things. Listen again and again. Try to say what you heard. You don't have to learn all the grammar rules. Even if you learn all the grammar rules, you will not be able to speak English. If you want to speak English, you must practice. Unless you practice, you cannot speak English. Please watch the video till the end. Definitely this video will help you to learn English. വാട്ട് ഈസ് യുവർ നെയിം? നിൻ്റെ പേരെന്താണ്? മൈ നെയിം ഈസ് എമ. എൻ്റെ പേര് എമ എന്നാണ്. നൈസ് ടു മീറ്റ് യു എമ. നിന്നെ കണ്ടതിൽ സന്തോഷം. വേർ ആർ യു ഫ്രം? നീ എവിടെ നിന്നാണ്? ഐ ആം ഫ്രം ജർമ്മനി. ഞാൻ ജർമ്മനിയിൽ നിന്നാണ്. വാട്ട് ഡു യു ഡു? നീ എന്താണ് ചെയ്യുന്നത്? ഐ ആം എ സ്റ്റുഡൻറ്റ്. ഞാനൊരു വിദ്യാർത്ഥിയാണ്. വാട്ട് ആർ യു സ്റ്റഡിയിങ്? നീ എന്താണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ഐ ആം സ്റ്റഡിയിങ് കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിക്കുന്നത്. ഡു യു ലൈക്ക് ഇറ്റ്? നീ ഇത് ഇഷ്ടപ്പെടുന്നുണ്ടോ? യെസ്, അതെ. ഐ എൻജോയ് ഇറ്റ് എ ലോട്ട്. ഞാൻ ഇത് ഒരുപാട് ആസ്വദിക്കുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നു. വാട്ട് ഡു യു ലൈക്ക് ടു ഡു ഇൻ യുവർ ഫ്രീ ടൈം? നീ നിൻ്റെ ഒഴിവ് സമയത്ത് എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? ഐ ലൈക്ക് ടു റീഡ് ആൻഡ് ഗോ ഫോർ വാക്സ്. ഞാൻ വായിക്കാനും നടക്കാനും ഇഷ്ടപ്പെടുന്നു. ഡു യു ലൈക്ക് സ്പോർട്സ്? നിനക്ക് മത്സരക്കളികൾ ഇഷ്ടമാണോ? യെസ്, അതെ. ഐ ലവ് പ്ലേയിങ് ബാസ്ക്കറ്റ്ബോൾ. ബാസ്ക്കറ്റ്ബോൾ കളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഹൗ ഓഫൺ ഡു യു പ്ലേ ബാസ്ക്കറ്റ്ബോൾ? എത്ര തവണയാണ് നീ ബാസ്ക്കറ്റ്ബോൾ കളിക്കാറ്? ഐ പ്ലേ എവരി സാറ്റർഡേ. ഞാൻ എല്ലാ ശനിയാഴ്ചയും കളിക്കാറുണ്ട്. ഡു യു ലൈക്ക് ട്രാവലിംഗ്? നിനക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടമാണോ? യെസ്, അതെ. ഐ ലവ് എക്സ്പ്ലോറിംഗ് ന്യൂ പ്ലേസസ്. പുതിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത് എനിക്ക് വളരെ അധികം ഇഷ്ടമാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ് യു ഹാവ് വിസിറ്റഡ്? നീ സന്ദർശിച്ച സ്ഥലങ്ങളിൽ വച്ച് നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണ്? മൈ ഫേവറേറ്റ് പ്ലേസ് ഈസ് ജപ്പാൻ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ജപ്പാൻ ആണ്. വാട്ട് ടൈം ഡു യു വേക്കപ്പ്? നീ എത്ര മണി സമയത്താണ് ഉറക്കമുണരാറ്? ഐ വേക്കപ്പ് അറ്റ് 6 AM. ഞാൻ രാവിലെ 6 മണിക്കാണ് ഉറക്കമുണരാറ്. ഡു യു ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് എവരി മോർണിംഗ്? നീ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ടോ? യെസ്, അതെ. ഐ ഓൾവേസ് ഹാവ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ എപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാറുണ്ട്. വാട്ട് ഡു യു യൂഷ്വലി ഹാവ് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? പ്രഭാത ഭക്ഷണമായി നീ പതിവായി എന്താണ് കഴിക്കാറ്? ഐ യൂഷ്വലി ഹാവ് ടോസ്റ്റ് ആൻഡ് എഗ്സ്. ഞാൻ സാധാരണയായിട്ട് ടോസ്റ്റ് ബ്രെഡും മുട്ടയുമാണ് കഴിക്കാറ്. ഹൗ ഡു യു ഗെറ്റ് വർക്ക്? നീ എങ്ങനെയാണ് ജോലി സ്ഥലത്തേക്ക് എത്താറ്? ഐ ടേക്ക് ദ ബസ്. ഞാൻ ബസ്സിലാണ് പോകാറ്. വാട്ട് ടൈം ഡു യു സ്റ്റാർട്ട് വർക്ക്? നീ എത്ര മണി സമയത്താണ് ജോലി ആരംഭിക്കാറ്? ഐ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 AM. ഞാൻ രാവിലെ 9 മണിക്കാണ് ജോലി ആരംഭിക്കാറ്. ഡു യു എക്സസൈസ് റെഗുലർലി? നീ പതിവായി വ്യായാമം ചെയ്യാറുണ്ടോ? ഐ ഗോ ടു ദ ജിം 3 times എ വീക്ക്. ഞാൻ ഒരു ആഴ്ചയിൽ 3 തവണ ഞാൻ ജിമ്മിലേക്ക് പോകാറുണ്ട്. വാട്ട് ഡു യു ഡു ആഫ്റ്റർ വർക്ക്? ജോലി കഴിഞ്ഞതിന് ശേഷം നീ എന്താണ് ചെയ്യാറ്? ഐ യൂഷ്വലി റിലാക്സ് ആൻഡ് വാച്ച് TV. ഞാൻ സാധാരണയായി വിശ്രമിച്ച് TV കാണും. വെൻ ഡു യു ഹാവ് ഡിന്നർ? നീ എപ്പോഴാണ് അത്താഴം കഴിക്കാറ്? ഐ ഹാവ് ഡിന്നർ അറ്റ് 7 PM. ഞാൻ രാത്രി 7 മണിക്കാണ് അത്താഴം കഴിക്കാറ്. വാട്ട് ടൈം ഡു യു ഗോ ടു ബെഡ്? നീ എത്ര മണി സമയത്താണ് ഉറങ്ങാൻ പോകാറ്? ഐ ഗോ ടു ബെഡ് അറൗണ്ട് 10 PM. ഞാൻ രാത്രി ഏകദേശം 10 മണിക്കാണ് ഉറങ്ങാൻ പോകാറ്. ഡു യു റീഡ് ബിഫോർ സ്ലീപ്പിംഗ്? ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നീ വായിക്കാറുണ്ടോ? യെസ്, അതെ. ഐ റീഡ് ഫോർ എബൌട്ട് 30 minutes. അതെ, ഞാൻ ഏകദേശം 30 മിനിറ്റോളം വായിക്കാറുണ്ട്. ഹാവ് യു ഫിനിഷ്ഡ് ദ പ്രൊജക്റ്റ്? നീ പ്രൊജക്റ്റ് പൂർത്തീകരിച്ചോ? യെസ്, അതെ. ഐ കംപ്ലീറ്റഡ് ഇറ്റ് യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അത് മുഴുവനാക്കി. വാട്ട് ടൈം ഈസ് ദ മീറ്റിംഗ്? മീറ്റിംഗ് ഏത് സമയത്താണ്? ദ മീറ്റിംഗ് ഈസ് അറ്റ് 2 PM. 2 മണിക്കാണ് മീറ്റിംഗ്. ഹൗ വാസ് യുവർ വീക്കെൻഡ്? നിൻ്റെ വാരാന്ത്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഇറ്റ് വാസ് ഗ്രേറ്റ്. അത് വളരെ നല്ലതായിരുന്നു. ഐ വെൻറ്റ് ഹൈക്കിംഗ്. ഞാൻ ഹൈക്കിങ്ങിന് പോയി. ഹൈക്കിംഗ് എന്നാൽ പദയാത്ര.
ആർ യു അറ്റൻഡിങ് ദ കോൺഫറൻസ് നെക്സ്റ്റ് വീക്ക്? അടുത്ത ആഴ്ച നീ യോഗത്തിൽ സമ്മേളിക്കുന്നുണ്ടോ? യെസ്, അതെ. ഐ ഹാവ് ഓൾറെഡി രജിസ്റ്റേർഡ്. ഞാൻ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഹൂ ഈസ് ഹാൻഡിലിംഗ് ദ ന്യൂ പ്രൊജക്റ്റ്? പുതിയ പ്രൊജക്റ്റ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? സാറ ഈസ് മാനേജിങ് ഇറ്റ്. സാറയാണ് അത് നിയന്ത്രിക്കുന്നത്. ക്യാൻ ഐ സി ദ മെനു പ്ലീസ്? എന്നെ ഭക്ഷണ വിതരണ പട്ടിക കാണിക്കാമോ? അല്ലെങ്കിൽ ഞാൻ കാണട്ടെ, ഇതൊക്കെയാണ് അർത്ഥം. മെനു എന്നാൽ ഭക്ഷണ വിവര പട്ടിക, ഭക്ഷണ വിഭവങ്ങൾ, ഇതൊക്കെയാണ് അർത്ഥം. ഓഫ് കോഴ്സ്, തീർച്ചയായും. ഹിയർ ഇറ്റ് ഈസ്, ഇതാ എന്നുള്ള അർത്ഥമാണ്. ഇതാ പിടിച്ചോ അല്ലെങ്കിൽ നോക്കൂ. വാട്ട് ഡു യു റെക്കമെൻഡ്? നീ എന്താണ് നിർദ്ദേശിക്കുന്നത്? ഐ റെക്കമെൻഡ് ദ ഗ്രിൽഡ് സാമൻ. ഇത് സാമൻ എന്നാണ് വായിക്കുക. സാമൻ എന്നാൽ മത്സ്യമാണ്. ഞാൻ ചുട്ടെടുത്ത അല്ലെങ്കിൽ വറുത്ത മത്സ്യമാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ക്യാൻ ഐ ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ പ്ലീസ്? എനിക്ക് ദയവായി ഒരു ഗ്ലാസ് വെള്ളം നൽകാമോ എന്നുള്ള അർത്ഥം. അല്ലെങ്കിൽ കുടിച്ചോട്ടെ എന്നൊക്കെയാണ് അർത്ഥം. ഷുവർ, തീർച്ചയായും. ഐ വിൽ ബ്രിങ് ഇറ്റ് റൈറ്റ് നൗ, റൈറ്റ് അവേ. തീർച്ചയായും ഞാൻ ഇപ്പോൾ തന്നെ, പെട്ടെന്ന് തന്നെ അത് കൊണ്ടുവരും. ഈസ് ദിസ് ഡിഷ് സ്പൈസി? ഈ വിഭവം എരിവുള്ളതാണോ? യെസ്, അതെ. ഇറ്റ് ഈസ് ക്വയറ്റ് സ്പൈസി. ഇത് വളരെ എരിവുള്ളതാണ്. വുഡ് യു ലൈക്ക് ഡിസേർട്ട്? നിനക്ക് ഡിസേർട്ട് കഴിക്കാൻ ആഗ്രഹമുണ്ടോ? ഡിസേർട്ട് എന്നാൽ ഇവിടെ ഭക്ഷണാവസാനം വിളമ്പുന്ന മധുര പദാർത്ഥങ്ങളാണ്. അത് കഴിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നോ, ഇല്ല, താങ്ക് യു, നന്ദി. ജസ്റ്റ് ദ ബിൽ പ്ലീസ്. ജസ്റ്റ് എന്താണ്? ബില്ല് മാത്രം നൽകിയാൽ മതി. ഈസ് ദർ എ ഡിസ്കൗണ്ട് ഫോർ സ്റ്റുഡൻസ്? ഇവിടെ വിദ്യാർത്ഥികൾക്ക് ഡിസ്കൗണ്ട്, ഇളവ് ഉണ്ടോ? യെസ്, അതെ. വി ഓഫർ എ 10% ഡിസ്കൗണ്ട് ഫോർ സ്റ്റുഡൻസ്. ഞങ്ങൾ വിദ്യാർത്ഥികൾക്ക് 10% ഡിസ്കൗണ്ട് നൽകുന്നുണ്ട്. ഡു യു ടേക്ക് ക്രെഡിറ്റ് കാർഡ്സ്? നിങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ സ്വീകരിക്കുമോ? യെസ്, അതെ. വി ഡു. ഞങ്ങൾ ചെയ്യാറുണ്ട്, അതായത് ഞങ്ങൾ സ്വീകരിക്കാറുണ്ട്, എടുക്കാറുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഡു യു ഹാവ് ദിസ് ഇൻ എ ലാർജ് സൈസ്? നിങ്ങളുടെ അടുത്ത് ഇത് വലിയ സൈസിൽ ഉണ്ടോ? യെസ്, അതെ. ലെറ്റ് മീ ചെക്ക് ഫോർ യു. ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നോക്കട്ടെ, അത് പരിശോധിക്കട്ടെ ഉണ്ടോ എന്നുള്ളത്. അതാണ് പറയുന്നത്. ലെറ്റ് മീ ചെക്ക്, ഞാൻ പരിശോധിക്കട്ടെ. ഡു യു ഹാവ് ദിസ് ഇൻ അനദർ കളർ? നിങ്ങളുടെ അടുത്ത് ഇത് മറ്റൊരു കളറിൽ ഉണ്ടോ? യെസ്, അതെ. വി ഹാവ് ഇറ്റ് ഇൻ ബ്ലൂ ആൻഡ് ഗ്രീൻ. ഞങ്ങളുടെ അടുത്ത് ഇത് നീല കളറിലും പച്ച നിറത്തിലും ഉണ്ട്. ഡു യു അക്സെപ്റ്റ് റിട്ടേൺസ്? തിരിച്ചു കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? അതാണ് ചോദിക്കുന്നത്. ഡു യു അക്സെപ്റ്റ് റിട്ടേൺസ്? യെസ്, അതെ. വിത്തിൻ 30 days വിത്ത് എ റെസീറ്റ്. 30 ദിവസങ്ങൾക്കുള്ളിൽ റെസീറ്റുമായിട്ട് വന്നു കഴിഞ്ഞാൽ സ്വീകരിക്കും. ക്യാൻ ഐ പേ വിത്ത് ക്യാഷ്? ഞാൻ പണം ഉപയോഗിച്ച് ബില്ല് അടച്ചോട്ടെ എന്നാണ് ചോദിക്കുന്നത്. യെസ്, അതെ. ക്യാഷ് ഈസ് അക്സെപ്റ്റഡ്. പണം സ്വീകരിക്കപ്പെടാറുണ്ട് അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടും. വേർ ആർ യു ട്രാവലിംഗ് ടു? നീ എവിടേക്കാണ് പോകുന്നത്? ഐ ആം ഗോയിങ് ടു പാരീസ്. ഞാൻ പാരീസിലേക്കാണ് പോകുന്നത്. ഹൗ ലോങ് വിൽ യു സ്റ്റേ ദർ? നീ എത്ര കാലം അവിടെ താമസിക്കും? ഐ വിൽ സ്റ്റേ ഫോർ എ വീക്ക്. ഞാൻ ഒരാഴ്ചയോളം അവിടെ താമസിക്കും. ഹാവ് യു ബുക്ക് യുവർ ഫ്ലൈറ്റ്? നിൻ്റെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടോ? യെസ്, അതെ. ഐ ബുക്ക്ഡ് ലാസ്റ്റ് മന്ത്. ഞാൻ കഴിഞ്ഞ മാസം അത് ബുക്ക് ചെയ്തു. വേർ വിൽ യു സ്റ്റേ? നീ എവിടെ താമസിക്കും? ഐ വിൽ സ്റ്റേ ഇൻ എ ഹോട്ടൽ ഡൗൺ ടൗൺ. ഞാൻ ഡൗൺ ടൗണിലുള്ള ഒരു ഹോട്ടലിൽ താമസിക്കും. വാട്ട് വിൽ യു ഡു ദർ? നീ അവിടെ എന്ത് ചെയ്യും? ഐ പ്ലാൻ ടു വിസിറ്റ് മ്യൂസിയംസ് ആൻഡ് ലാൻഡ്മാർക്സ്. എനിക്ക് പദ്ധതിയുണ്ട് മ്യൂസിയവും ചരിത്രപ്രധാനമായ സ്ഥലങ്ങളും സന്ദർശിക്കാനുള്ള പദ്ധതിയുണ്ട്. ഡു യു നീഡ് എ വിസ ടു ഗോ ദർ? നിനക്ക് അവിടെ പോകാൻ ഒരു വിസ ആവശ്യമുണ്ടോ? നോ, ഐ ഡോണ്ട് നീഡ് എ വിസ. എനിക്കൊരു വിസയുടെ ആവശ്യം ഇല്ല. വാട്ട് ടൈം ഈസ് യുവർ ഫ്ലൈറ്റ്? നിൻ്റെ ഫ്ലൈറ്റ് എത്ര മണിക്കാണ്? മൈ ഫ്ലൈറ്റ് ഈസ് അറ്റ് 10 AM. എൻ്റെ ഫ്ലൈറ്റ് രാവിലെ 10 മണിക്കാണ്. ഹൗ വിൽ യു ഗെറ്റ് ടു ദ എയർപോർട്ട്? നീ എയർപോർട്ടിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുക?
ഐ വിൽ ടേക്ക് എ ടാക്സി. ഞാൻ ഒരു ടാക്സി പിടിച്ച് പോകും. ഹാവ് യു പാക്ഡ് യുവർ ബാഗ്സ്? നീ നിൻ്റെ ബാഗുകൾ പാക്ക് ചെയ്തോ? യെസ്, അതെ. ഐ പാക്ഡ് ദം ലാസ്റ്റ് നൈറ്റ്. ഞാൻ ഇന്നലെ രാത്രി അവകൾ പാക്ക് ചെയ്തു. വാട്ട് ബ്രിങ്സ് യു ഇൻ ടുഡേ? നിങ്ങൾ എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള അർത്ഥമാണ്. ഐ ഹാവ് എ സോർ ത്രോട്ട് ആൻഡ് എ ഫീവർ. ഇവിടെ ഡോക്ടർ അടുത്തേക്ക് പോകുകയാണ്. ഡോക്ടറാണ് ചോദിക്കുന്നത് വാട്ട് ബ്രിങ്സ് യു ഇൻ ടുഡേ? എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത്, എന്താണ് അസുഖം എന്നാണ് ചോദിക്കുന്നത്. എനിക്ക് തൊണ്ടവേദനയും ഒരു പനിയും ഉണ്ട്. ഫീവർ, പനി, സോർ ത്രോട്ട്, തൊണ്ടവേദന. ഹൗ ലോങ് ഹാവ് യു ഹാഡ് ദീസ് സിംറ്റംസ്? നിങ്ങൾക്ക് എത്ര കാലമായിട്ട് അല്ലെങ്കിൽ എത്ര ദിവസങ്ങളായിട്ട് ഈ സിംറ്റംസ് എന്നാൽ രോഗത്തിൻ്റെ ഈ ഫീവർ അതുപോലെ തൊണ്ടവേദന ഇതൊക്കെ ഉണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഫോർ എബൌട്ട് 3 days. ഏകദേശം 3 ദിവസങ്ങളായിട്ട് ഉണ്ട്. ആർ യു ടേക്കിംഗ് എനി മെഡിക്കേഷൻ? മെഡിക്കേഷൻ എന്നാൽ ഔഷധം. നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതിവിധി ചെയ്യുന്നുണ്ടോ? നോ, ഐ ആം നോട്ട്. ഇല്ല, ഞാൻ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഔഷധം കുടിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഡസ് ഇറ്റ് ഹേർട്ട് വെൻ യു സ്വോളോ? സ്വോളോ എന്നാൽ വിഴുങ്ങുക എന്നാണ് അർത്ഥം, ഇറക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഡസ് ഇറ്റ് ഹേർട്ട് വെൻ യു സ്വോളോ? നിങ്ങൾ വിഴുങ്ങുമ്പോൾ നിങ്ങൾക്ക് വേദനയുണ്ടോ, വേദനിക്കുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഹേർട്ട് എന്നാൽ വേദന. യെസ്, അതെ. ഇറ്റ് ഡസ്, അതെ, വേദനിക്കുന്നുണ്ട്. ഐ വിൽ പ്രിസ്ക്രൈബ് സം മെഡിസിൻ ഫോർ യു. ഞാൻ നിങ്ങൾക്ക് കുറച്ച് മരുന്ന് പറഞ്ഞു തരാം അല്ലെങ്കിൽ മരുന്ന് നിർദ്ദേശിക്കാം, ഇതാണ് പറയുന്നത്. താങ്ക് യു ഡോക്ടർ, നന്ദി. കം ബാക്ക് ഇഫ് യു ഡോണ്ട് ഫീൽ ബെറ്റർ ഇൻ എ ഫ്യൂ ഡേയ്സ്. കം ബാക്ക്, തിരിച്ചു വരിക. ഇഫ് യു ഡോണ്ട് ഫീൽ ബെറ്റർ, നിങ്ങൾക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ തിരിച്ചു വരിക. ഇഫ് യു ഡോണ്ട് ഫീൽ ബെറ്റർ എന്നാൽ നിങ്ങൾക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ എന്നാണ് അർത്ഥം. ഇൻ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് സുഖം തോന്നുന്നില്ലെങ്കിൽ തിരിച്ചു വരിക. ഓക്കെ, അതെ. ഐ വിൽ, ഞാൻ വരും.